സുജാതൻ, കേരളത്തിൽ BJP മത്സരിക്കുന്ന മണ്ഡലങ്ങൾ വോട്ടർമാരുടെ വലിയ ശ്രദ്ധയിലുണ്ട്. BJP എവിടെയാണ് അക്കൗണ്ട് തുറക്കുക എന്നുള്ളൊരു കൗതുകമാണ് അതിൻ്റെ പിന്നിൽ. മറ്റിടത്തൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇരിക്കട്ടെ, BJPയുടെ കാര്യം എന്തായി എന്നുള്ളതാണ് ചോദ്യം. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ ഇത്രയും മണ്ഡലങ്ങൾ വലിയ ശ്രദ്ധയിലാണ്. ഈ മണ്ഡലങ്ങളിൽ ഈ തിരുവനന്തപുരത്തെ സാധ്യതകൾ എങ്ങനെയാണ് സുജാതൻ വിലയിരുത്തുന്നത്? തിരുവനന്തപുരത്ത് കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ഒരു ദിവസം നമ്മളിതേപ്പറ്റി ചർച്ച ചെയ്തിരുന്നു. അവിടെ രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ശശി തരൂർ നിലവിലെ അവിടുത്തെ MP ആണ്. അദ്ദേഹം 4ാം തവണ MP ആകാനാണ് മത്സരിക്കുന്നത്. ഇടതുമുന്നണിയുടെ മുമ്പൊരിക്കൽ തിരുവനന്തപുരത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിട്ടുള്ള CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയാണ്. ഈ 3 സ്ഥാനാർത്ഥികളും തിരുവനന്തപുരത്തേക്ക് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം സുപരിചിതരാണ്. രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, ശശി തരൂരിന് അവർക്ക് ഇതിനകം തന്നെ നേർക്ക് നേർ പരിചയമുള്ള ഒരു ഹൗസ് ഹോൾഡ് നെയിമാണ്. പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയിട്ടുള്ള രാഷ്ട്രീയ നേതാവുമാണ്. അപ്പോൾ ഈ 3 പേരെയും തിരുവനന്തപുരത്തുകാർക്ക് കൗതുകവും ഇഷ്ടവുമുണ്ട്. പക്ഷേ രാഷ്ട്രീയ മത്സരം എന്ന നിലയിൽ മുഖ്യമായും ഇപ്പോൾ നേർക്കുനേർ മത്സരിക്കുന്നത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറുമാണ്. ഈ പന്ന്യൻ രവീന്ദ്രൻ 2-3 ആഴ്ചയായിട്ട് നമ്മളൊരു വളരെ വിദൂരമായ 3rd പ്ലേസിലേക്ക് ഓടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതാക്കൾ ആരും അത് സമ്മതിച്ചില്ലെങ്കിലും കേരളത്തിൽ BJP ഒരിക്കലും അക്കൗണ്ട് തുറക്കില്ല എന്ന് ഇടത് വലത് പ്രസ്ഥാനത്തിലുള്ളവർ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ആരോപണം കോൺഗ്രസ്സിനെതിരെയും ഇടതു മുന്നണിക്കെതിരെയും മുഖ്യമന്ത്രിയെ പേഴ്സണലായിട്ടും ആണ് കോൺഗ്രസ് നേതാവ് ആക്രമിക്കുന്നത്. അപ്പോൾ ആ ശ്രദ്ധ മുഴുവനും മത്സരവും ആരോപണ പ്രത്യാരോപണവും അവർ തമ്മിലാകും. BJPക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ ആക്രമണ അമ്പുകളൊന്നും ഇവർക്ക് 2 കൂട്ടർക്കും. ശശി തരൂര് രാജീവിനെതിരെ ഉന്നയിച്ചൊരു ആരോപണത്തിൽ ശശി തരൂരിന് താക്കീത് കിട്ടി തെരഞ്ഞെടുപ്പ്. അതെ, വേറൊരെണ്ണത്തിലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അല്ല, ഇത് ശശി സാധാരണഗതിയിൽ നിലവിട്ട് സംസാരിക്കാത്ത ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെ പോയി ട്രബിളിൽ വീഴാൻ അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു അങ്കലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്, സംശയമില്ല. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരൻ്റേത് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പിന്നെ മുമ്പത്തെക്കാൾ അനുകൂലമായ പല ഘടകങ്ങൾ അവിടെ അതിൻ്റെ അകത്തുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ധ്രുവീകരണം കാര്യമായി അവിടെ വന്നിട്ടുണ്ട്. SNDP രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പരസ്യമായി രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നെയ്യാറ്റിൻകരയിലും ബാലരാമപുരത്തും നെയ്യാറ്റിൻകരയിലും ഞാൻ അറിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിൽ ഈഴവർക്ക് വോട്ടുണ്ട്. അവരുടെ കച്ചവടത്തിനെയൊക്കെ ബാധിക്കുന്ന വിധത്തിൽ ചില ഭീഷണികൾ ആലപ്പുഴയിലൊക്കെ ഉണ്ടാകുന്ന പോലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുണ്ട്. അപ്പോൾ പിന്നെ മറ്റേ ഇല്ല എന്ന് പറയപ്പെടുന്ന ലവ് ജിഹാദ്, അത്തരം പ്രശ്നങ്ങളും ആ മേഖലകളിൽ, പ്രത്യേകിച്ച് ആറ്റുകാലിലെ ഒരു പെൺകുട്ടിയാണല്ലോ അതിന് വിധേയമായി. ഞാൻ പറഞ്ഞ ഈ ബാലരാമപുരം ഇതൊന്നും പുറത്തു വരാതെ മൂടിക്കിടക്കുന്ന കുറേ കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളുണ്ട്. RSS വളരെ സജീവമായിട്ട് മണ്ഡലത്തിലുണ്ട്. അതെ, ആദ്യഘട്ടത്തിലില്ലായിരുന്നെങ്കിലും ഇപ്പോൾ വളരെ സജീവമായിട്ടുണ്ട്. പിന്നെ അവിടെയുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് ശശി തരൂരിൻ്റെ കൂടെ ആ തീരപ്രദേശങ്ങളൊക്കെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ബിഷപ്പ് നെറ്റോ മറ്റേ രൂപതയ്ക്ക് പൈസ കിട്ടുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, കേന്ദ്രം തടയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇടയലേഖനം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഇടയലേഖനത്തിൽ തന്നെ നമുക്കെതിരെ സംസ്ഥാന
ത്തിൻ്റെ റിപ്പോർട്ടുമുണ്ട് എന്ന് പറഞ്ഞിരുന്നു, സംസ്ഥാനത്തിനെതിരെയും പറഞ്ഞിരുന്നു. പക്ഷേ നെറ്റോയുടെ നിലപാട് ഇങ്ങനെയാണെങ്കിലും സഹായമെത്രാൻ ക്രിസ്തുദാസ് അദാനിയുടെ കൂടെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ വോട്ടുകളിൽ ഈ ഒരു ഡിവിഷൻ ഭിന്നിപ്പുണ്ട്. അതായത് മെത്രാനും സഹായമെത്രാനും രണ്ട് തോണിയിൽ. വേറൊരു ഘടകമുള്ളത്, രാജീവ് ചന്ദ്രശേഖരൻ അതായത് BJP സ്ഥാനാർത്ഥി ജയിക്കും എന്ന് വന്നാൽ CPMൻ്റെ വോട്ട്, CPMന് നിർണായകമായൊരു വോട്ട് ബാങ്കുള്ളൊരു സ്ഥലമാണത്. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോകുമോ? അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഈ ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടുന്നുള്ള അങ്കലാപ്പും കൂടി ഉണ്ട്. അല്ല, തിരുവനന്തപുരം ജില്ലയിൽ CPM മത്സരിക്കുന്നില്ല. അല്ല, അവിടുത്തെ CPM പ്രവർത്തകരൊക്കെ ജില്ലാ സെക്രട്ടറി ജോയി നിൽക്കുന്ന ആറ്റിങ്ങലേക്കാണ് പോയിരിക്കുകയാണ്. അവിടെ പന്ന്യൻ രവീന്ദ്രൻ്റെ കൂടെ LDFന് പ്രവർത്തിക്കാൻ CPMക്കാർ വളരെ കുറവാണ്. അവരുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ ആറ്റിങ്ങൽ തൊട്ടടുത്ത മണ്ഡലത്തിലാണ്. അപ്പോൾ അതും ഒരു ഘടകമാണ്. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ CPM വോട്ടുകൾ മുഴുവനായിട്ടും പന്ന്യന് വീഴണമെന്നില്ല. അതില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പിന്നെ പോകുന്നത് BJP വിരുദ്ധ സ്ഥാനാർത്ഥിക്കല്ലേ? അല്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ SNDP വളരെ സജീവമായിട്ട് ഉണ്ട്. സർവേകളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ CPMന്റെ കുറെ വോട്ടുകൾ വെള്ളാപ്പള്ളി നടേശൻ BJPക്ക് പോകുന്നു. ഓപ്പണായിട്ടുള്ള ഇന്റർവ്യൂവിലും അദ്ദേഹം BJPയും കേന്ദ്ര ഗവൺമെന്റും മോഡിക്കാണ് വോട്ട്. സാധാരണഗതിയിൽ CPMന്റെ കൂടെ കേഡേഴ്സ് ഉറച്ച് നിൽക്കും. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വ്യത്യാസം. അതെ, BJP ജയിക്കുമെന്ന് വന്നാൽ വോട്ട് മറിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. പല മുമ്പും അത്തരം അനുഭവങ്ങളുണ്ടായിരുന്നു. അത് അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി നടക്കണമല്ലോ. കോൺഗ്രസും CPMും കൂടി രണ്ട് മണ്ഡലങ്ങളിൽ അത് നടക്കണം. തിരുവനന്തപുരവും തൃശ്ശൂരുമായിട്ടോ എങ്ങനെയെങ്കിലും ഒരു വെച്ചുമാറ്റം. അപ്പോൾ അടൂർ പ്രകാശിനെ അങ്ങനെ ബലി കൊടുക്കില്ല കോൺഗ്രസ്. അതെ. അപ്പോൾ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ മത്സരം തന്നെയാണ്. മാത്രമല്ല, ആ ബിജു രമേശ് അവിടെ ചെന്നപ്പോൾ പിടിക്കാൻ കാരണം ജോയിയാണെന്ന് ബിജു പറഞ്ഞിരുന്നു. അതെ. CPMക്കാരെ തടഞ്ഞല്ലോ ബിജു രമേശ്. അതെ. ഒരു കോളനിയിൽ പൈസ കൊടുക്കാൻ വന്നാണ്. അതെ. പക്ഷേ ഇടയിൽ നിന്ന് കറൻസി ഒന്നും പിടിച്ചില്ല. അപ്പോൾ അതാണ് തിരുവനന്തപുരത്തെ പൊതുസ്ഥിതി. ഇപ്പോൾ നഗര മണ്ഡലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ നിയമസഭ, അതൊക്കെ രാജീവിന് അനുകൂലമാണ്. മറ്റിടത്തെയാണ് കാര്യം. അവിടെയാണ് എപ്പോഴും ശശി തരൂരിന് ഒരു മേൽക്കൈ കൊടുക്കുന്നത് തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിലെ റൂറൽ പ്രദേശം, പ്രത്യേകിച്ച് അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ. അതിൽ ഒരു ചെറിയ വിള്ളൽ വന്നിട്ടുണ്ട്. അത് പന്നിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ CSI സഭയ്ക്ക് കുറേ വോട്ടുകളൊക്കെ കോവളം ആ ഭാഗത്തൊക്കെ കോവളം, ബാലരാമപുരം ഏരിയയിൽ. അതേസമയത്ത് തൊട്ടിപ്പുറത്ത് ആറ്റിങ്ങലിലേക്ക് വന്നാൽ സ്ഥിതി പെട്ടെന്ന് മാറുകയാണ്, ഇല്ലേ? അതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്താണ് രാമേന്ദ്രൻ്റെ ഒരു തോന്നൽ? അവിടെ ഈ ശരിക്കും മത്സരം എനിക്കിപ്പോൾ തോന്നുന്നത് UDFും LDFും തമ്മിലാണെന്നാണ് തോന്നുന്നത്. എന്നാലും മറ്റേ കഴിഞ്ഞ തവണ ശോഭ സാമാന്യം നന്നായിട്ട് വോട്ട് പിടിച്ച് പോയിട്ടുള്ളൊരു സ്ഥലമാണ്. അത് എത്രമാത്രം നിലനിർത്താനും മുമ്പോട്ട് കൊണ്ടുപോകാനും മുരളീധരന് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം അത് വോട്ടെടുപ്പോടുകൂടിയൊക്കെ അറിയുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നിടത്തോളം സജീവമായ മത്സരം ജോയിയും, കാരണം ജോയിക്ക് വേണ്ടി അരയും തലയും മുറുക്കി അവരെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അടൂർ പ്രകാശനാണെങ്കിൽ സഹായത്തിന് വേറെ ആളുകൾ ധാരാളമുണ്ട്. മണ്ഡലം നന്നായിട്ട് അറിയാവുന്ന ആളുമാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കൈവരിച്ച ആളാണ്. അതെ. അപ്പോൾ മാത്രമല്ല മറ്റേ മുരളീധരൻ അവിടെ വന്ന് നിൽക്കുകയാണല്ലോ. അതെ. പക്ഷേ കഴിഞ്ഞ തവണ സമ്പത്ത് തോൽക്കാനിടയായത് ഈ ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് പിടിച്ചിട്ടാണ്. അപ്പോൾ ഈ തവണ മുരളീധരൻ്റെ സാന്നിധ്യം ഏത് മുന്നണിയായിരിക്കും കൂടുതൽ ബാധിക്കുക? മുരളീധരൻ്റെ സാന്നിധ്യം എനിക്ക് തോന്നുന്നത് ജോയിയെ ബാധിക്കാനാണ് ഇത്തവണത്തെ സാധ്യത.
കാരണം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കാരണം വടക്ക് ഇത്തവണ SNDP അസാധാരണമാം വിധം ഇന്ത്യക്ക് പിന്തുണ കൊടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. ആറ്റിങ്ങലും അത് ബാധകമായൊരു പ്രദേശമാണ്. SNDPക്ക് സിറ്റിയേക്കാൾ കൂടുതൽ വോട്ട് ഉറപ്പുള്ള സ്ഥലമാണ് വർക്കല ഉൾപ്പെട്ട ആറ്റിങ്ങൽ. പിന്നെ അത് ബിജു രമേശിൻ്റെ ഈ SNDPയിലെ തന്നെ വിമതനായ ബിജു രമേശിനും അത്യാവശ്യം സ്വാധീനമുള്ള പ്രദേശമാണ് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആ ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതും കൂടി അതിൻ്റെ അകത്തൊരു ഘടകമാണ്. ബിജു രമേശന് ബന്ധമുള്ള ആളാണ് അടൂർ പ്രകാശ്. പക്ഷേ ബിജു രമേശനൊരു മണി ബാഗാണ്. അതെ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം രാഷ്ട്രീയ ഇതിന് വോട്ടിനെ ഒന്നും സ്വാധീനിക്കുന്ന വിധത്തിലല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് ജയലളിതയുടെ പാർട്ടിയാണ്. അപ്പം അതിന് നമുക്ക് ആറ്റിങ്ങിൽ എത്ര ആളുകളുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ ഈ ഇവിടെയുള്ള രാഷ്ട്രീയ മത്സരത്തിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് LDF ആണോ UDF ആണോ? എനിക്ക് തോന്നുന്നത് UDF ആണെന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനുള്ള ഒരു സ്വാധീനം കേന്ദ്രമന്ത്രി V മുരളീധരൻ ആറ്റിങ്ങൽ ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ മെഷീനറി പോലെ ഒരെണ്ണം ആറ്റിങ്ങൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് ഈ രാജീവ് ചന്ദ്രശേഖരന് കിട്ടുന്ന പാർട്ടി പിന്തുണ, സംഘടനാ പിന്തുണ ആറ്റിങ്ങൽ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും, മുരളീധരൻ്റെ നിലപാടുകൾ കൊണ്ടും ഒക്കെ. അദ്ദേഹം ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ വേണ്ടത്ര എതിർക്കാതെ ഒരു പ്രീണനത്തിൻ്റെ രീതിയിലാണ് അദ്ദേഹം നീങ്ങുന്നത് എന്നൊക്കെ സംഘടനയിലും പാർട്ടിയിലും ഒക്കെ സംസാരമുണ്ട്. അതുകൊണ്ടൊരു മെഷീനറി, പാർട്ടി മെഷീനറി അത്ര സജീവമായിട്ട് കാണുന്നില്ല അവിടെ. അതാണ് വിഷയം. പക്ഷേ മറ്റ് ഘടകങ്ങൾ ഈ പറഞ്ഞ പോലെ SNDP അതുപോലത്തെ ഘടകങ്ങളൊക്കെ അനുകൂലമായാൽ തന്നെ ശോഭ പിടിച്ച വോട്ടിൻ്റെ മുകളിൽ വരുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. അതെ. അതേസമയത്ത് നമ്മൾ ആറ്റിങ്ങിൽ നിന്ന് തൊട്ട് പത്തനംതിട്ടയിൽ വന്നാലോ ഒരു വളരെ കളർഫുള്ളായിട്ടുള്ളൊരു മത്സരം നടക്കുന്ന സ്ഥലമാണ്. നവാഗതനായ അനിൽ ആൻ്റണി BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. പരിണതപ്രജ്ഞനായ തോമസ് ഐസക് അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. അവിടുത്തെ സിറ്റിംഗ് MP ആൻ്റോ ആൻ്റണി കോൺഗ്രസ്സിന് വേണ്ടി 4ാം തവണയും ആ സീറ്റ് നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നു. ശബരിമല ക്ഷേത്രം ഉൾപ്പെട്ട മണ്ഡലമാണ് പത്തനംതിട്ട. വിശ്വാസികളും രാഷ്ട്രീയ വിശ്വാസികളും ഒരുപോലെ ഏകദേശം തുല്യ അളവിൽ തന്നെ പരസ്പരം ഏറ്റുമുട്ടുകയും സഹകരിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്ന പത്തനംതിട്ടയിലെ രാഷ്ട്രീയ വിധി കേരളം മുഴുവൻ എന്നല്ല രാജ്യം പോലും ഉറ്റുനോക്കുന്നുണ്ട് മത്സരം. അതെ. അപ്പോൾ അവിടെ AK ആൻ്റണി മകനെതിരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭഘട്ടത്തിൽ സംസാരിച്ചിരുന്നു. മകൻ തോറ്റ് കാണണം, അനിൽ ആൻ്റണി തോൽക്കണം എന്ന് ആവർത്തിച്ച് അദ്ദേഹം KPCC ഓഫീസിൽ വന്നിരുന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ എങ്കിലും AK ആൻ്റണി ഇതുവരെയും പത്തനംതിട്ട മണ്ഡലത്തിൽ കാലുകുത്തിയിട്ടില്ല. മകനെതിരെ ആയാലും അനുകൂലമായാലും ഒരു വാക്ക് പോലും പൊതുവേദിയിൽ പത്തനംതിട്ടയിൽ പോയി പറയാൻ അദ്ദേഹം ഉത്സുകനായിട്ടില്ല. അതെന്തായിരിക്കും? അല്ല, അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് ഞാൻ തിരുവനന്തപുരം വിട്ടു പോകുന്നില്ല. മുൻകൂർ ജാമ്യമാണത്. അങ്ങനെ പോകാൻ പ്രയാസമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പുതുപ്പള്ളിയിൽ ഒന്ന് പോയിരുന്നതാണല്ലോ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷെ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് മകൻ തോൽക്കണം എന്നുള്ള മട്ടിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു വിദൂര പിന്തുണ ആൻ്റോ ആൻ്റണിക്ക് അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. അത് വല്ലാതെ കടുത്ത ഭാഷയിൽ അനിൽ ആൻ്റണി പ്രതികരിക്കുകയും ചെയ്തു. അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് പലർക്കും തോന്നത്തക്ക വിധത്തിൽ പ്രതികരണമൊക്കെ ഉണ്ടായി. പക്ഷേ അനിൽ ആൻ്റണിയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇത്തവണത്തെ NDA പട്ടികയിൽ ഉള്ളൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് അനിൽ ആൻ്റണി. അപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് ഇങ്ങനെ ഈ പല സഭകളുടെയും പ്രതികരണങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ സഭകൾക്ക് ഏതെങ്കിലും തരത്തിൽ NDAയുമായിട്ട് ബന്ധപ്പെടാവുന്ന ഒരു നല്ല കണ്ണിയാണ് ഭാവിയിലും അനിൽ ആൻ്റണി.
കാരണം കണ്ണന്താനത്തിനെ കൊണ്ട്, അൽഫോൺസ് കണ്ണന്താനത്തിനെ കൊണ്ട് അത് പറ്റില്ല. ആ രീതിയിൽ NDAക്കോ BJPക്കോ ഉപയോഗിക്കാനും പറ്റിയ ആളല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആ ഭാഗത്ത് ഈ പൂഞ്ഞാറിലൊക്കെ നമ്മൾ മറ്റേ പിള്ളേരുടെ ഒരു അച്ഛനെതിരെ നടന്ന അക്രമമൊക്കെ കണ്ടതാണല്ലോ. അപ്പം അങ്ങനൊരു ഇത് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ കുറേ വൈകാരികമായ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പാർട്ടി ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ഭാഗത്തെ ക്രൈസ്തവ വോട്ടുകൾ കിട്ടില്ല, എന്നാൽ പിന്നെ ന്യൂനപക്ഷ പ്രീണനമാകാം എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും പിന്നെ ആ സർവകക്ഷി മറ്റേ ന്യൂനപക്ഷ സംഘടനകളുടെ യോഗം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഹുസൈൻ മടവൂരിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു പിണറായി വിജയൻ. അതുകൊണ്ട് ആ സാധ്യതയ്ക്കും മങ്ങലേൽക്കുകയാണ് ചെയ്തത്, അങ്ങനെ പൊട്ടിത്തെറിച്ചതോടുകൂടി. പക്ഷേ തോമസ് ഐസക്കിൻ്റെ ഏറ്റവും വലിയ ഇത്തവണ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹം കുറച്ച് നേരത്തെ പ്രവർത്തനം തുടങ്ങി, പക്ഷെ കൂടുതലും ഈ കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലൊക്കെയാണ്. ഈ പിന്നെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ, ഒരുപാട് ജോലി അവിടെ ഉണ്ടാക്കും, അങ്ങനത്തെ ഇതിലൊക്കെ പോകുന്നു. പക്ഷേ സെക്രട്ടേറിയറ്റിൽ തന്നെ ഡിവിഷൻ ഉണ്ട് അവിടെ പാർട്ടിയിൽ. പാർട്ടി മെഷീനറി അത്ര നന്നായിട്ടല്ല ചലിക്കുന്നത് ഐസക്കിന്. പിന്നെ ഐസക്കിന് വേണ്ടി അങ്ങനെ പാർട്ടി മെഷീനറി ചലിപ്പിക്കണമെന്ന് ഈ സജി ചെറിയാനെ പോലുള്ള അയൽവക്കത്തെ നേതാക്കൾ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ഹർഷകുമാറും പത്മകുമാറും ഒക്കെ ആയിട്ട് CPM-ൽ ഒരു ചേരിതിരിവുണ്ട്, വലിയ ചേരിതിരിവുണ്ട്, വലിയ വിഭാഗീയതയുണ്ട്. അത് അടുത്ത ജില്ലാ സെക്രട്ടറി ആരായിരിക്കണം എന്നുള്ളത് വരെയൊക്കെ ഉള്ളത് നോക്കിയിട്ടൊക്കെയാണ് ഹർഷകുമാറും പത്മകുമാറും ഒക്കെ ഈ ചേരിതിരിഞ്ഞ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഐസക്കിനൊരു ഒറ്റയാൻ പോരാട്ടത്തിലേക്ക്. പക്ഷേ അതുപോലെ തന്നെ ആൻ്റണിക്ക് ട്രഡീഷണലായിട്ട് വോട്ട് ചെയ്തുകൊണ്ട് വരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽ അനിൽ ആൻ്റണിയുടെ സാന്നിധ്യം ഒരു വിള്ളലുണ്ടാക്കുമല്ലോ. അതൊക്കുമല്ലോ, കാരണം രണ്ടുപേരും കത്തോലിക്കരാണല്ലോ. അതെ, അത് സുരേന്ദ്രൻ സാമാന്യനും നല്ല വോട്ട് പിടിച്ച ഒരു മണ്ഡലമാണ് കഴിഞ്ഞ അവിടെ. അപ്പോൾ അതിൽ നിന്നൊരു പ്ലസ് കൈവരിക്കുകയാണ്. മാത്രമല്ല ഐസക്കിൻ്റെ സമുദായം നോക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ അധികം വോട്ടില്ല. ഇല്ല. വീണ ജോർജ് കഴിഞ്ഞ തവണ ഒരു പൂവർ സെക്കൻഡിൽ വന്നു നിന്ന മണ്ഡലമാണ്. അതെ. അപ്പം വീണയിൽ നിന്നും വലിയ വോട്ട് കുറവില്ലായിരുന്നു സുരേന്ദ്രന്. അതെ. അപ്പോൾ അന്നത്തെ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും 2000 വോട്ടിൻ്റെ അകലമേ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ആ സ്ഥാനത്താണ് ഇപ്പോൾ ആൻ്റണിയും പിന്നെ അനിൽ ആൻ്റണിയും മത്സരിക്കുന്നത്. അതെ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്നൊരു ചിത്രം തോമസ് ഐസക് ഒരു പൂർ തേർഡിലേക്ക് പോകുന്നുള്ള മട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. മാത്രമല്ല ഈ EDയുടെ സമൻസും ഒക്കെ വല്ലാതെ ബാധിച്ച് കാണണമല്ലോ. ഏറ്റവും പ്രധാനം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നിലവിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ ഒരു ജനവികാരമുണ്ട്. ഈ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് ചോദിക്കുന്നത് വെറുതെ അല്ല. കാരണം അത് ജനങ്ങളിൽ യേശു ആ വാചകം. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന്. അത് BJPയെ കുറ്റപ്പെടുത്താനാണ് പറയുന്നതെങ്കിലും പൊതുവിൽ ഉണ്ടാകാം. അല്ല, ഉണ്ട് താനും. ഇടതുമുന്നണി ഗവൺമെൻറ്റിനെതിരായ ഒരു വികാരമുണ്ട്. അത് വോട്ടാക്കി മാറ്റാമോ എന്നാണ് നോക്കുന്നത്. അത് പിന്നെ പത്തനംതിട്ടയിലും കുറച്ച് ആൻ്റണിക്ക് അനുകൂലമായിട്ട് വരാം. പക്ഷേ അതിൻ്റെ ഗുണം അനിൽ ആൻ്റണിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? ഗവൺമെൻറ് വിരുദ്ധ വികാരം അനിൽ ആൻ്റണിക്ക് അതിൻ്റെ ഗുണം കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ സമുദായങ്ങളല്ലാത്ത തുടക്കത്തിലൊക്കെ മാറി നിന്ന മറ്റ് സമുദായങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഈ SC/ST വോട്ടൊക്കെ ധാരാളമുള്ള സ്ഥലങ്ങളാണ്. മറ്റ് ഇടത്തില്ലാത്ത ഈ കുറവ സമുദായം, അത്തരം വോട്ടുകളൊക്കെ അവിടെ ധാരാളം ഉണ്ട്. അപ്പോൾ ആ വോട്ടുകൾ അതൊക്കെ ഇത്തവണ പൊതുവേ ഈ മോദിയോട് ചാഞ്ഞ് നിൽക്കുന്ന മറ്റുള്ള ഈ അടിത്തട്ടിലെ വോട്ടുകൾ മോദിയോട് ചാഞ്ഞ് നിൽക്കുന്ന മട്ടിലാണിപ്പോൾ കാണുന്നത്. ആറ്റിങ്ങിലായാലും പത്തനംതിട്ടയിലായാലും മോഡിക്കൊരു വോട്ട് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതെ.
അത് കേരളത്തിൽ പൊതുവേ ഉണ്ട്. അതെ, ആലപ്പുഴയിലൊക്കെ വളരെ ശക്തമായിട്ട് തൃശ്ശൂർ ഉണ്ട്. തൃശ്ശൂർ, ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഈ വോട്ട് അവർ സുരേഷ് ഗോപിയെ, ശോഭാ സുരേന്ദ്രനെയോ വി മുരളീധരനെയോ അനിൽ ആൻ്റണിയോ അല്ല മുന്നിൽ കാണുന്നത്. മൈ വോട്ട് ഈസ് ഫോർ മോഡി. അതെ, അത് മോഡിയുടെ ഒരു ഗുഡ് വില്ലാണ്. അതെ, അപ്പോൾ അങ്ങനെ വീഴുന്ന കുറേ വോട്ടുകളുണ്ട്. അതെ. അപ്പോൾ ആ തരത്തിൽ ഒരു ദേശീയ നേതാവിന് വോട്ട് ചെയ്യാൻ ഉത്സാഹത്തോടെ വരുന്ന തരത്തിൽ വേറൊരു പാർട്ടിയിലും അങ്ങനെ ഈ ആന്റണി മകനെതിരെ എടുത്ത നിലപാട് അനിലിന് കിട്ടുന്ന വോട്ടിനെ ബാധിക്കുന്ന സുജാതന് തോന്നുന്നുണ്ടോ? ആന്റണിയുടെ നിലപാട് പിന്നെ കോൺഗ്രസ്സിൽ തൻ്റെ അഭിപ്രായം എന്താണെന്ന് അദ്ദേഹം ഉറച്ചു പറയുകയായിരുന്നു. പക്ഷേ അനിൽ ആൻ്റണി ജയിച്ചു വരണമെന്ന് ആൻ്റണിയുടെ ഉള്ളിലിരുന്ന് പുത്രവാത്സല്യം മന്ത്രിക്കുന്നുണ്ട്. അത് ഇല്ലെന്നൊന്നും പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പറ്റില്ല. എലിസബത്തിൻ്റെ ഉള്ളിലും. പിന്നെ എലിസബത്ത് ദിവസേന പ്രാർത്ഥിക്കുന്നത് അനിൽ ആൻ്റണിയെ കർത്താവ് രക്ഷിക്കണമെന്നായിരിക്കും. അത് തീർച്ചയാണ്. കൃപാസനം പള്ളിയിൽ ഇതിനകം എത്ര തവണ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ തൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടല്ലേ ആൻ്റണി അപ്പുറത്തിരിക്കുന്നത്. അതെ. അപ്പോൾ ആൻ്റണി രാഷ്ട്രീയം മറന്ന് പുത്രവാത്സല്യം താലോലിക്കുകയും എന്നാൽ ശബ്ദത്തിലൂടെ രാഷ്ട്രീയം വെളിപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ആൻ്റണിയുടെ നിലപാട് പത്തനംതിട്ടയിൽ വലിയൊരു ഘടകമായി തീരുന്നില്ല. അതുകൊണ്ട് മാത്രമല്ല ആൻ്റണി പറഞ്ഞത് എൻ്റെ മതം കോൺഗ്രസ് ആണെന്നാണ്. അതെ അതെ, വോട്ടിൻ്റെ മതം വേറെയാ. അതെ അതെ അതെ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാലും ആൻ്റണി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയട്ടെ. പക്ഷേ അനിൽ ആൻ്റണി ഒരു പുതിയ രാഷ്ട്രീയം കൊണ്ടുവരികയാണ്. ഇന്ന് ഒരു കുടുംബത്തിന് വേണ്ടി സംസാരിക്കുന്ന അദ്ദേഹത്തോട് സഹതാപമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനിൽ അയാളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുകയാണ്. അത് കേരളത്തിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് BJPക്ക് കിട്ടുന്ന മണ്ഡലങ്ങളിലൊന്ന് പത്തനംതിട്ടയായിരിക്കും. അല്ല, അനിൽ ആൻ്റണി ജയിച്ചാൽ പോലും അത്ഭുതമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.